ഏവർക്കും എം മീഡിയ നാട്ടുകാർ ചോദിക്കുന്നു എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. നാട്ടുകാർ ചോദിക്കുന്നു, എന്തിനായിരുന്നു ഇത്ര വേഗത്തിൽ ഈ നിർമ്മാണം നടത്തിയത്? പൂർത്തിയാക്കാൻ കഴിയാത്ത പദ്ധതി എന്തിന് ആരംഭിച്ചു? പൊതുജനങ്ങളുടെ സംശയം സ്വാഭാവികം. അതെ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ മാർക്കറ്റ് പരിസരം ഒരു സുപ്രഭാതത്തിൽ അന്നത്തെ അനിത വേണു, പി പുരുഷോത്തമൻ നേതൃത്വത്തിലുള്ള ഭരണസമിതി കോൺക്രീറ്റ് ചെയ്യുന്നു. അതിനു മുകളിലായി ഇന്റർലോക്ക് പാകുമെന്ന് അറിയിക്കുന്നു. എന്നാൽ നിർമ്മാണം തുടങ്ങിയതിനേക്കാൾ വേഗത്തിൽ നിലച്ചു. ഇന്റർലോക്ക് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് അധികൃതർ പിന്നീട് പറഞ്ഞത്. അധികൃതർ പറയുന്നത് കേൾക്കുകയാണ് പൊതുജനങ്ങളുടെ വിധി. അങ്ങനെ ആവട്ടെ. എന്നാൽ ഈ കാണുന്ന ഓവുചാലിനെ ഒപ്പത്തിനൊപ്പം കോൺക്രീറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ സുഗമമായ കാൽനടയാത്രയ്ക്ക് അനുയോജ്യമായ സംവിധാനം ഒരുക്കുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ലക്ഷങ്ങൾ മുടക്കി ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ഒരു വീക്ഷണം ഉണ്ടാവേണ്ടേ നമ്മുടെ ഭരണാധികാരികൾക്ക്? ഇപ്പോഴും പൂർത്തിയാക്കാത്ത പദ്ധതികൾ നാട്ടുകാർക്ക് ബാധ്യതയായി മാറിയിരിക്കുകയാണ്. 13 ലക്ഷം രൂപ ചെലവിൽ പഴയ മാവേലി സ്റ്റോർ വഴിയാണ് നിലത്ത് ഇന്റർലോക്ക് പാകാൻ എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നത്. ആ നിർമ്മാണം മാർക്കറ്റ് ഭാഗത്തേക്ക് നീക്കി. മലബാർ പ്ലാസ കെട്ടിടത്തിലേക്ക് വാഹനം വരാൻ കഴിയാത്ത വിധം നിർമ്മാണം നടന്നപ്പോൾ ഉടമ കോടതിയെ സമീപിച്ചു. തുടർന്ന് മാർക്കറ്റ് ഭാഗത്തെ പദ്ധതിക്ക് 13 ലക്ഷത്തിൻ്റെ ജോലി ചെയ്ത് കരാറുകാരനും പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം നാം ആരോടാണ് പറയുക? ആരാണ് ഇതിന് ഉത്തരവാദി? കൂടിയാലോചനകളോ ദീർഘവീക്ഷണമോ ഇല്ലാത്ത ഇങ്ങനെ എത്രയെത്ര പദ്ധതികളാണ് നമ്മുടെ നാട്ടിലുള്ളത്, ഇപ്പോഴും നടക്കുന്നത്. മാറ്റം വരില്ലെങ്കിലും പറയാതിരിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം ഇത്തരം ഭരണാധികാരികളുടെ വീക്ഷണമില്ലാത്ത പദ്ധതികളെക്കുറിച്ച്. സത്യം പറഞ്ഞ ടോപ്പ് എത്തിയപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. എന്ത് രസമായിട്ടാ ഒക്കെ ഒരുക്കിയിരിക്കണേ. ഷോറൂം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, സിമ്പിൾ ആൻഡ് എലഗന്റ്. കറക്റ്റ്. അവിടുത്തെ ഓരോ ആഭരണങ്ങളും പോലെ അല്ലേ അമ്മ? അപ്പോ മോൾക്ക് മൊത്തത്തിൽ ഇഷ്ടമായിന്നാണ് അർത്ഥം അല്ലേ? എന്തോ ഒരു സംശയം. ടോപ്കോ എനിക്ക് ടോട്ടലി ഇഷ്ടമായി. മാത്രമല്ല അവരുടെ കസ്റ്റമർ അപ്രോച്ച്, ഇറ്റ്സ് റിയലി കമന്റബിൾ. ടോപ്കോ ജ്വല്ലറി, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.